ഹലോ. യെസ്, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഒരു അടിപൊളി ഗുഡ് ഈവനിങ് ഉണ്ട്. ഗുഡ് ഈവനിങ്. ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ? ഒരു അടിപൊളി ക്ലാപ്പ്. ഒരു അടിപൊളി നല്ല എനർജി വരട്ടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ ഒരുപാട് സെഷനുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ തന്നെ കിട്ടാവുന്ന പ്രധാനപ്പെട്ട അറിവുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ജോലി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ആളുകൾ എന്ത് പഠിച്ചിട്ടാണ് ജോലി കിട്ടുക എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സർവീസ് ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകപ്പെടുന്നത് സേവന മേഖലയിലാണെന്ന് പറയാറുണ്ട്. ആളുകൾ സെർവ് ചെയ്യുന്നിടത്താണ് ഇനി ജോലിയുടെ കാലഘട്ടം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുടെ കാലഘട്ടം അവസാനിക്കാന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. അവിടെ പുതിയൊരു മേഖലയാണ് സർവീസ് ഇൻഡസ്ട്രി. അതിലേറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, സാർ ഏവിയേഷനിൽ പോകാൻ ഇഷ്ടമുണ്ട് സാറേ, അതല്ലെങ്കിൽ എയർപോർട്ടിൽ ജോലി കിട്ടാൻ എന്താ സാറേ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ പോലുള്ള മേഖല, ഹോട്ടൽ പോലുള്ള മേഖലകളിൽ, ടൂറിസം മേഖലയിലൊക്കെ എങ്ങനെയാണ് ജോലി കിട്ടുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കാണാൻ പോകുന്നത്. ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നത് അതുല്യ മാമാണ്. അതുല്യ മാം കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫാക്കൽറ്റിയാണ്. നമ്മോട് വിശദമായിട്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ മാം സംസാരിക്കും. അപ്പോൾ മാമിനെ നമുക്ക് സ്നേഹത്തോടു കൂടി നമ്മുടെ എക്സ്പോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. നല്ല ക്ലാപ്പോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച്, ഹോസ്പിറ്റാലിറ്റിയുടെ അവസരങ്ങളെ കുറിച്ച് ഒക്കെ മാം നമ്മോട് ആദ്യം സംവദിക്കും. ശേഷം നമുക്ക് ഇതുവരെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, എങ്ങനെയൊക്കെയാണ് തൊഴിൽ കിട്ടുക, ഏതൊക്കെ മേഖലയിൽ അവസരങ്ങളുണ്ട്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഈ സെഷൻ ലീഡ് ചെയ്ത് സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട മാമിനെ സ്വാഗതം ചെയ്യണം. താങ്ക് യു സർ ഫോർ ദ വാം വെൽക്കം. സർ ഓൾറെഡി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എസ് യു നോ, മൈ നെയിം ഇസ് അതുല്യ. ഞാൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴിക്കോടത്തെ ഫാക്കൽറ്റിയാണ്. അപ്പം ഇതൊരു ഇൻട്രാക്ഷൻ സെഷനായിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കുന്ന പോലെ, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഒന്നും ഇരിക്കണ്ട. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്നോട് ചോദിക്കാം. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും. ഓക്കെ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതേപോലത്തെ കുറേ സെഷൻസ് കേട്ട കുട്ടികളായിരിക്കും. പല കോഴ്സുകളെ കുറിച്ചും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. കാരണം പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ +2 പഠിക്കുന്ന കുട്ടികളാണോ അതോ +1 ആണോ? +2 ആണ്. അപ്പം നമ്മൾ 10th പഠിക്കുമ്പോൾ നമ്മളോട് പേരൻസും ടീച്ചേഴ്സും ഒക്കെ പറയും 10th ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന്. കാരണം ഞാൻ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു സ്ട്രീം തിരഞ്ഞെടുക്കും. ഏത് സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ +2 എത്തുമ്പം +2 എക്സാമിനേക്കാളും ടെൻഷനാണ് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട്. ചിലപ്പം എസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, പേരൻസിന് നമ്മളെക്കാളും കൂടുതൽ കൺസേൺ ആണ് ഏത് കോഴ്സിന് പോവാം, എവിടെ വിടണം, ഏത് കോളേജിൽ വിട്ട് പഠിപ്പിക്കണം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയല്ലേ? അപ്പം ഇതുപോലെയുള്ള ദിശ പോലെയുള്ള കരിയർ ഗൈഡൻസ് സെഷൻസ് നിങ്ങൾക്ക് അതിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. പല കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ഞാനൊക്കെ +2 പഠിച്ച സമയത്ത് ഇങ്ങനെയൊന്നും ഉള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്കൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ പല കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് അങ്ങനെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പഠിച്ച അതേ കോഴ്സിനെ കുറിച്ചും അതേ കോളേജിനെ കുറിച്ചുമാണ് നിങ്ങളിലേക്കും പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം എൻ്റെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ചത് ഈ സെയിം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോളേജ് തന്നെയാണ്. അതൊരു 2011 കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോയൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആഫ്റ്റർ +2 വ്യത്യസ്തമായിട്ടൊരു കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്, ടു ബി ഹോണസ്റ്റ്. കാരണം ഞാൻ +2 സയൻസ് ആയിരുന്നു. അത്യാവശ്യം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 98.5% സയൻസിൽ മാർക്ക് വാങ്ങിയിട്ടാണ്
ഞാൻ ഈ ആൾക്കാർ സോ കോൾഡ് പറയുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കോഴിക്കോട് നിന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇതെന്താണ് +2 സയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെ മോളെ എന്താ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത്, ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ വിടാനാണോ, കുക്കാണോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പം എന്നെക്കാളും ബുദ്ധിമുട്ട് എൻ്റെ പേരൻസിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ആഫ്റ്റർ +2 സയൻസ് ഇതെന്തുകൊണ്ട് ഈ ഒരു പെൺകുട്ടി പ്രത്യേകിച്ചും ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാർ വലിയ പ്രത്യേകിച്ചും കേട്ടാൽ നെറ്റി ചുളുക്കുന്ന പോലെയുള്ള ഒരു കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്ന സമയത്ത്, പക്ഷേ ഞാൻ എന്തുകൊണ്ട് പോയെന്ന് വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞ ഒരു കാരണം, നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഏവിയേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണം, എയർപോർട്ടിൽ വർക്ക് ചെയ്യണം, പിന്നെ നല്ല അറ്റയർ ആയിരിക്കണം, നല്ല സാഹചര്യത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. പ്രത്യേകിച്ചും പഠിക്കുന്നതിലുപരിയായിട്ട് എന്നെ അതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്തത് അവരുടെ ഡ്രസ് കോഡ്, അവരുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്, പിന്നെ ഏത് ടൈം നോക്കിയാലും അവരെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് അവരുടെ യൂണിഫോമൊക്കെ ഇട്ട് അവരുടെ ജോബ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബാക്കി ഏത് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഫയൽസും ഇതൊക്കെ ഇട്ട് നടക്കുമ്പം ഇവർ കുറച്ചും കൂടെ ഗസ്റ്റിനോട് ഇൻട്രാക്ട് ചെയ്ത് വളരെ കൂളായിട്ട് ജോലി ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു മേഖല ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി മീൻസ്, അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടായിരിക്കും ഹോട്ടൽ മാനേജ്മെൻറ്റും ഹോസ്പിറ്റാലിറ്റിയും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളത്. അപ്പം ഹോസ്പിറ്റാലിറ്റി നത്തിങ് ബട്ട് ഒരു ഗസ്റ്റും ഒരു ഹോസ്റ്റും. നിങ്ങൾക്കറിയാം ഗസ്റ്റ് എന്താണ് ഹോസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ലേ. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ അവിടെ ഗസ്റ്റും എന്നെ സ്വീകരിക്കുന്ന നിങ്ങൾ അവിടുത്തെ ഹോസ്റ്റുമാണ്. അപ്പം ഗസ്റ്റും ഹോസ്റ്റും തമ്മിൽ ഇൻട്രാക്ഷൻ ഉള്ള എല്ലാ മേഖലയും നമുക്ക് എന്ത് പറയാം, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാം. അപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മളൊരു എയർപോർട്ടിൽ പോവാണ്, അതിൻ്റെ ലോഞ്ച് നമ്മൾ യൂസ് ചെയ്യാണ്, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് നമ്മളോട് സ്മൈൽ ചെയ്യുന്നു, സംസാരിക്കുന്നു, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നു, നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. അവിടെ എന്താ നടക്കുന്ന ഗസ്റ്റും ഹോസ്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഹോസ്പിറ്റാലിറ്റി സെക്ടർ. പിന്നെ നമ്മളൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്കറിയാം ഒരു ചെറിയ കാര്യം പോലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പം. ബർത്ത്ഡേ ആയിക്കോട്ടെ, ഇനിയിപ്പം നമ്മൾ +2 നല്ല മാർക്കിൽ പാസ്സായി, അതിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒരു ഇൻസെൻറ്റീവ് ആയിരിക്കാം, ഒരു കൺവെൻഷൻ ആയിരിക്കാം, ഒരു സെമിനാർ ആയിരിക്കാം. ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നതാരാ? ഇവൻറ്റ് കമ്പനീസാണ്. അപ്പോൾ അവർ ഒരു ചെറിയ പ്രോഗ്രാമിനെ അത്രയും വലിയൊരു തീമിലേക്ക് മാറ്റി നല്ല രീതിയിലാണ് ഓരോ പ്രോഗ്രാമും നടക്കുന്നത്. നമ്മൾ ഈ സെലിബ്രിറ്റീസിനൊക്കെ കല്യാണങ്ങളൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഓൾസോ കംസ് അണ്ടർ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. കാരണം എന്താ, അവിടെ വരുന്ന ഗസ്റ്റിനെ, അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വരുന്ന ഗസ്റ്റിനെ ഏറ്റവും നന്നായി ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ആരെ നമ്മൾ ഏൽപ്പിക്കുന്നത്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അത് റിസപ്ഷൻ ആയിരിക്കാം, നല്ല ഫുഡ് കൊടുക്കുന്നതായിരിക്കാം, അവർക്ക് വേണ്ട നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ഇവൻറ്റ് കമ്പനിയാണ്. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഹോസ്പിറ്റാലിറ്റി. പിന്നെ നമ്മൾ ദ ഐക്കൺ ഓഫ് ദ സീ എന്നൊക്കെ പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണത്. അപ്പം ഈ ക്രൂസ് ലൈൻസിൽ വർക്ക് ചെയ്യുന്നതും എന്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്? ദേ ആർ ഓൾസോ ഗോൺ ത്രൂ എ ഹോസ്പിറ്റാലിറ്റി കോഴ്സ്. ഇപ്പം ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിലും ക്രൂസ് ലൈൻസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന കോഴ്സ്, ദ കോഴ്സ് വിച്ച് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഹോസ്പിറ്റാലിറ്റി. അപ്പം ഒരിക്കലും ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ സെമിനാർ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെങ്കിലും മനസ്സിലാക്കണം, ദിസ് ഇസ് നോട്ട് എ കോഴ്സ് ടു ബിക്കം എ ഷെഫ്. അപ്പം എല്ലാവർക്കും പൊതുവേ ഒരു ധാരണയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ആരാവുക എന്നുള്ളതാണ്, ഒരു ഷെഫായി മാറുക എന്നുള്ളതാണ്. കാരണം മിക്ക ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പരസ്യങ്ങളിലും ബോർഡിലൊക്കെ നമ്മൾ കാണുക വൈറ്റ് ക്യാപ്പൊക്കെ ഇട്ട് പ്രത്യേകിച്ചും ഒരു ജെന്റിൽമാൻ നിൽക്കുന്നതായിട്ടാണ്. പക്ഷേ ദിസ് ഇസ് വൺ അമംഗ് ദ കരിയർ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കരിയർ ഓപ്ഷൻസ് മാത്രമാണ് ടു ബിക്കം എ ഷെഫ് എന്നുള്ളത്. അതല്ലാതെ ഈ പറയുന്ന എല്ലാ സർവീസ് ഇൻഡസ്ട്രിയിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിഷ് ചെയ്യാൻ പറ്റും വൺസ് വി ഡിഡ് വിത്ത് ദ hospitality course. So since as I said, hospitality means wherever there is an interaction between guest and a host, അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഹോസ്പിറ്റാലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. And hospitality is directly connected to the tourism industry. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നവരായിരിക്കും, ഫാമിലി ആയിട്ട് ടൂർ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം ടൂറിസം ഈസ് എ വാസ്റ്റ് ഇൻഡസ്ട്രി. നമ്മളുടെ മൊത്തം ഒരു
ഗ്ലോബലായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും ഒരു മോർ ദാൻ 10% അല്ലെങ്കിൽ 20% ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ടൂറിസം സെക്ടറാണ്. അപ്പം ഹോസ്പിറ്റാലിറ്റി ഈസ് എ പാർട്ട് ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക? വി വർക്ക് വിത്ത് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. നമുക്ക് ഹോട്ടൽസിലും റിസോർട്ട്സിലും വർക്ക് ചെയ്യാം. ഹോട്ടൽസ് തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇൻ ഡീറ്റെയിൽ സംസാരിക്കും. പിന്നെ നമുക്ക് ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാം, ക്രൂസ് ലൈൻസ് ആൻഡ് ടൂർസിൽ വർക്ക് ചെയ്യാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഈവൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ എക്സ്പീരിയൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റാലിറ്റി കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാം. ദെൻ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് ഒരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും പൊതുവേ വിചാരിക്കുന്നതും താല്പര്യപ്പെടുന്നതും കേരളത്തിൻ്റെ പുറത്ത് പോയി പഠിക്കാനാണ്. ഒന്നുമില്ലേ ബാംഗ്ലൂരിലായിരിക്കും, അല്ലെങ്കിൽ ചെന്നൈയിലായിരിക്കും. അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സിൻസ് ഐ ആം വർക്കിംഗ് വിത്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, SIH എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനത്തിലെ ഫാക്കൽറ്റിയാണ് ഞാൻ. അതേപോലെ കേരളത്തിലാണെങ്കിൽ SIHും അതുപോലെ കോവളത്തുള്ള IHും കോവളവുമാണ് 2 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് അണ്ടർ ഗവൺമെൻറ് പഠിക്കാനായിട്ട്. ഈ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി NCHMCT ആണ് ഈ പറയുന്ന 2 സ്ഥാപനങ്ങളിലെയും കോഴ്സുകൾ നടത്തുന്നത്. ഇതിനെ ഹെഡ് ചെയ്യുന്നത് നോയിഡയിലാണ്, NCHMCT. അപ്പോൾ നിങ്ങൾ ആഫ്റ്റർ +2 ഈ പറയുന്ന IHMലേക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ NCHMCT നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, ജോയിൻറ്റഡ് എൻട്രൻസ് എക്സാമിനേഷൻ, JEE എൻട്രൻസ് എക്സാമിനേഷൻ. ഈ JEE എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സാവുന്ന കുട്ടികൾക്കാണ് SIHM പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇൻ ഡീറ്റെയിൽ നമ്മൾ സംസാരിക്കും എന്താണ് JEE, അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം NCHMCT ആണ് എന്ത് നടത്തുന്നത്? ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ഈ NCHMCTൻ്റെ റെലവൻസ്? ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പം ഏത് പ്രൈവറ്റ് കോളേജുകളിലെയും സിലബസ് അവർ കോപ്പി ചെയ്തിട്ടുണ്ടാവുക എപ്പോഴും NCHMCTയുടെ സിലബസുമായിട്ടാണ്. കാരണം NCHMCT ഈസ് എ പാരൻറ്റിംഗ് ബോഡി ഫോർ സെറ്റിംഗ് the classes or the session which is related to travel and tourism. Travel and tourismമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന പാരൻറ്റിംഗ് കമ്പനിയാണ്, അല്ലെങ്കിൽ പാരൻറ്റിംഗ് മദർഹുഡ് കമ്പനിയാണ് NCHMCT. ഇറ്റ്സ് എ കൗൺസിൽ ഇൻ വിച്ച് ദേ യൂഷ്വലി യൂസ് ടു സെറ്റ് ദ സിലബസ്. നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സിലബസ് സെറ്റ് ചെയ്യുന്നതും നമ്മൾക്ക് ഏതൊക്കെ ഡ്യൂറേഷനിൽ ഏതൊക്കെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്നതും NCHMCT ആണ്. ഈ NCHMCTയും നിങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടാവില്ലേ, JNU. NCHMCTയും JNUയും കൂടെയാണ് BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 3 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം കോഴ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ +2 കഴിഞ്ഞാൽ ഇൻ ദ മന്ത് ഓഫ് ജനുവരി മാസത്തിൽ നമുക്ക് JEE എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇൻറ്റിമേഷൻസ് വരും. വൺസ് ഇൻറ്റിമേഷൻ വന്നു കഴിഞ്ഞാൽ താല്പര്യമുള്ള കുട്ടികൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, ജാനുവരി മന്തിലുള്ള പത്രമൊക്കെ ഒന്ന് നോക്കുക. എപ്പോഴും പത്രത്തിലാണ് ഇതിൻ്റെ ന്യൂസൊക്കെ വരിക. കോൾ ഫോർ NCHMCT JEE. അപ്പം ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ദ ഹോസ്പിറ്റാലിറ്റി, അതിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ഇത് വരുന്നത്. ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമിനേഷനാണ്. എക്സാം എഴുതി കഴിഞ്ഞ് പാസ്സാവുന്ന കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ പറയുന്ന എക്സാം നമ്മൾ ഇതുവരെ +2 പഠിക്കുന്നത് വരെ പഠിച്ച ബേസിക് മാത്സ്, ബേസിക് ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ സ്കിൽസ്, GK, അതേപോലെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. നെഗറ്റീവ് മാർക്ക് 1 മാർക്കാണുള്ളത്. ഓൾ റൈറ്റ് ആൻസർ വിൽ ഗെറ്റ് 4 മാർക്സ്, റോങ് ആൻസർ വിൽ റെഡ്യൂസ് 1 മാർക്ക്. ആ രീതിയിലാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്, ഒരിക്കലും ഒരു ഭയങ്കര ഒരു ടഫായിട്ടുള്ള എക്സാമിനേഷൻ അല്ല. പിന്നെ കോമൺ JEE ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ദിസ് ഈസ് എ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലി ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന JEE എഴുതുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് പാസ്സാവുക എന്ന് പറയുന്നത് വലിയൊരു ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും പാസ്സാകാവുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക.
അപ്പം 1982 വന്നിട്ടുള്ള NCHMCT ആണ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നോയിഡയിലാണ്. അപ്പോൾ NCHMCTയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ഈ പറയുന്ന കോഴ്സ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം JNUവിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ യൂണിവേഴ്സിറ്റി എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്തിരിക്കുന്ന മിക്ക കുട്ടികളും കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. JNUവിലാണ് പഠിക്കുന്നത്, JNUവിലുള്ള സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം കേരളത്തിൽ ഇരുന്നുകൊണ്ട് JNUവിൻ്റെ ഡിഗ്രി നേടാവുന്ന വിരളിലെണ്ണാവുന്ന കോളേജുകളിലൊന്നാണ് ഈ പറയുന്ന SIHM. അപ്പം കേരളത്തിൽ കോഴിക്കോട് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, JNU അണ്ടറിലുള്ള സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ച് 3 വർഷം കൊണ്ട് നമുക്ക് JNU സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എപ്പോഴും ഈ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, സിൻസ് ഇറ്റ്സ് എ BSc 3 വർഷം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു റെഗുലർ ഡിഗ്രി കിട്ടും. പ്ലസ് കാരണം റെഗുലർ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈവൻ നമുക്ക് ഹയർ എഡ്യൂക്കേഷന് പോകണമെങ്കിൽ, ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ MBAയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതോടുകൂടെ തന്നെ ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡിഗ്രി. ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 3 വർഷം പഠിച്ചു കഴിയുമ്പം സ്റ്റുഡൻസ് ലൈക്ക് അവർക്കൊരു 3 വർഷം കൊണ്ട് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ വർക്ക് ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്ന് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ഇതിനകത്ത് എത്ര കുട്ടികളുണ്ട് ഒരു 3 വർഷം കൊണ്ട് ഒരു ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഒരു ജോബിലേക്ക് എത്തണം, അതേപോലെ എനിക്ക് ഒരു സാലറീഡ് ആവണം, സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? ഓക്കെ, കൂൾ. മെജോറിറ്റി അങ്ങനെയല്ലേ? കാരണം ഞാൻ പഠിച്ച സമയത്തും അങ്ങനെയായിരുന്നു. 3 വർഷം എനിക്ക് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റണം, വേറൊരു സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യണം, സ്വന്തമായിട്ടൊരു അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു കോൺസെപ്റ്റായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തതും. ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ് 3 വർഷം നമ്മൾ പഠിച്ചു കഴിയുമ്പം നമ്മൾ പഠിക്കുന്ന 5th അല്ലെങ്കിൽ 6th സെം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഇൻ്റർവ്യൂസ് ഓപ്ഷൻസ് വരും. കാരണം 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പൊസിഷനിലേക്ക് നമുക്ക് ജോലി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 90 സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ 90 സ്റ്റുഡൻസിനും ഒരിക്കലും ഒരേ ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരേ ലെവലിലോ അല്ല അവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവരെങ്ങനെയാണോ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, ഹൗ ഗുഡ് ഇനഫ് ഇൻ ദിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവർ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേയിൽ എങ്ങനെ പ്ലസൻറ്റബിൾ ആയിരുന്നു, അവരെങ്ങനെയാണ് അവർ കൊടുത്ത ടാസ്കുകൾ ചെയ്തത്, അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുക, ഓരോ പൊസിഷൻ കിട്ടുക. അപ്പോൾ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ചില ആൾക്കാർ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ, അതായത് നോർമൽ ജോബിലും അതുപോലെ തന്നെ സൂപ്പർവൈസറി ജോബിലും ഈവൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ് പൊസിഷനിലേക്കും കൂടെ എത്തുന്ന കുട്ടികളുണ്ട്. അപ്പം ഒരു കോഴ്സ് ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടുന്നുണ്ടാവാം. അപ്പം ഇറ്റ്സ് എ കോഴ്സ് വേർ വി വിൽ ഗെറ്റ് n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഈ ഒരു കോഴ്സ് എപ്പോഴും 6 സെമസ്റ്ററിലായിട്ടാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 6 സെമസ്റ്റേഴ്സ് ആയിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. ഈ 6 സെമ്മിൽ ഫസ്റ്റ് 1-2 സെമസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്തർ ബൈ 3rd സെമസ്റ്റർ ഓർ ബൈ 4th സെമസ്റ്റർ നിങ്ങൾ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും, 4.5 മാസത്തെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. 4.5 to 5 മാസമാണ് വരിക. അത് ഇന്ത്യക്കകത്തുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി നിങ്ങളെ വിടുന്നുണ്ടാവുക. അപ്പം 4.5 മാസം അല്ലെങ്കിൽ 5 മാസം ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ക്ലാരിറ്റി. കാരണം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും ചെയ്യും, ട്രെയിനിങ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള അക്കാഡമിക്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ വി വിൽ ഓൾസോ ഗെറ്റ് എൻ ഐഡിയ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം, എവിടെ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യാണ്. ഈ പഠിക്കുന്ന തിയററ്റിക്കലി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡസ്ട്രിയിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം 6 സെമസ്റ്ററിലായിട്ടാണ് ഈ കോഴ്സ് നടത്തുന്നത്. പിന്നെ ഇപ്പോൾ JNU ആയതുകൊണ്ട് തന്നെ 2024 ഓൺവേർഡ്സ് അഡ്മിഷനിൽ ഇപ്പോൾ കുട്ടികൾക്ക് തോന്നുകയാണ് 6 സെമസ്റ്റർ കഴിഞ്ഞു, 2 more സെമസ്റ്റർ കോളേജിലിരുന്ന് പഠിക്കാനുള്ള സമയവും സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 1 വർഷം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അഫിലിയേറ്റഡ് ഡിഗ്രി, അതായത് 4 വർഷത്തെ ഡിഗ്രി നേടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അത്രയും ഓപ്പർച്യൂണിറ്റീസിലാണ് ഈ പറയുന്ന JNU ഈ ഒരു കോഴ്സിനെ ഫോം ചെയ്തിരിക്കുന്നത്. കാരണം 3 വർഷം കൊണ്ട് ഡിഗ്രി വാങ്ങിച്ചിട്ട് വേണേൽ നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. അപ്പം 4 വർഷത്തെ ഡിഗ്രി പഠിക്കുന്നതിനെ കുറിച്ചുള്ള
വൺ പോസിറ്റീവ് ആസ്പെക്ട് ഇസ് ദാറ്റ് ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 ഇയർ, ഒരു വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പി ജിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. 2 ഇയർ പി ജി ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വർഷം കൊണ്ട് പി ജി ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളെ സ്റ്റുഡൻസ് ഇപ്പോഴും 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. 4ാമത്തെ വർഷം അവർ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, സിൻസ് ദേ വിൽ ഗെറ്റ് എ 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ്. അപ്പം ഈ രീതിയിലാണ് ഈ ഒരു കോഴ്സിനെ അവർ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുള്ളത്. NCHMCT ആണ് ഇതിൻ്റെ ഹെഡ് ഓഫീസായിട്ട് വരുന്നത്. 6 സെമസ്റ്ററിലായിട്ടാണ് ഇതിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന 6 സെമസ്റ്ററിൽ ഒരു സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. പിന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ ബാക്കി ഏത് കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം കൂടുതലും വരുന്നത് തിയറിയാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 20% 30% ആണ് പ്രാക്ടിക്കൽ വരിക. പക്ഷേ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 60% പ്രാക്ടിക്കലാണ് വരുന്നത്. അല്ലാതെ 40% ഈസ് ഓൾ അബൌട്ട് ദ തിയറി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. എല്ലാ ടൈമിലും ഇരുന്നൊരു തിയറി തന്നെ പഠിക്കണം എന്നില്ല. നമ്മൾ പഠിക്കുന്ന തിയറി അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കോളേജിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ SIHM ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 6 മുതൽ 6ഓളം ഫുഡ് പ്രൊഡക്ഷൻ ലാബും ഒരു 2-3 റെസ്റ്റോറൻറ്റ്സും ഹൗസ് കീപ്പിംഗ് ലാബ് ഫെസിലിറ്റീസും ഫ്രണ്ട് ഓഫീസ് ലാബ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന 60% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ലാബിലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഫുൾ ടൈം ഇരുന്ന് തിയറി പഠിക്കുന്നതിനേക്കാളും നമ്മൾ തന്നെ പലതും ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടായിരിക്കും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്ററും കഴിയുമ്പം ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നുണ്ടാവുക ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഹോസ്പിറ്റാലിറ്റി, ഇൻട്രൊഡക്ഷൻ ടു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ടു കുലിനറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഒരു അഡ്വാൻസ് പേപ്പറിലേക്ക് മാറും. തേർഡ് സെമസ്റ്ററിലാകുമ്പോഴത്തേക്ക് ഒരു സൂപ്പർവൈസറി ലെവലിലേക്ക് മാറും. ദെൻ 5th and 6th ആകുമ്പോഴത്തേക്ക് നമ്മളൊരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കാം. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ്. പിന്നെ ഈ പറയുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കാം. 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഗസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കേണ്ടാവുക. സെക്കൻഡ് വൺ ഈസ് ഓൾ അബൌട്ട് കുലിനറി. അപ്പം പൊതുവേ നമ്മൾ ആൾക്കാർക്ക് ഒരു ധാരണയുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കുക്ക് ആവില്ലേ എന്നൊക്കെ ചോദിക്കും. കുക്ക് ആവാനല്ലേ പറ്റുക? ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ എ കുക്ക് ആൻഡ് എ ഷെഫ്. ആർക്കെങ്കിലും അറിയോ ആരാ ഈ ഷെഫ് എന്നുള്ളത്? നമ്മൾ സാധാരണ പറയാറില്ലേ, അയാൾ കുക്കാണ്, അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഒരു കുക്കും ഷെഫും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉള്ളത് ഈ കുക്കും ഷെഫും തമ്മിൽ? എനിവൺ നോസ്? എനി ഐഡിയ? അപ്പം ഒരു കുക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്, എൻ്റെ അമ്മ കുക്ക് ചെയ്യും ചില സമയത്ത്, എൻ്റെ ഗ്രാൻഡ് മദർ കുക്ക് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ പാരൻസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടാവും. അപ്പം അതും ഷെഫും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു ഷെഫ് എന്ന് പറയുമ്പം ബേസിക്കലി സയൻറ്റിഫിക്കലി ഫുഡ് നോളേജ് ഉള്ള ഒരാളായിരിക്കും. അപ്പം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം അയാൾ കുക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ന്യൂട്രീഷണൽ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അതിൽ എത്ര കാർബ്സ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, അതിനകത്ത് തന്നെയുള്ള ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണോ, എത്ര അമിനോ ആസിഡ് കണ്ടൻറ്റ് ഉണ്ട്. ഈവൻ ഒരു ഫുഡ് പ്ലേറ്റ് ചെയ്യുമ്പോൾ അയാൾക്കറിയാം അത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര കാലറീസ് ആണ് ഒരാൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ആ ഫുഡിൻ്റെ കൂടെ വാട്ട് ഗോസ് വെൽ. ഓക്കെ, നമ്മൾക്ക് സാധാരണയായിട്ട് അറിയാം, നമ്മൾ കട്ട്ലറ്റ് കഴിക്കുകയാണെങ്കിൽ യൂസ് ടു ഗെറ്റ് കട്ട്ലറ്റിൻ്റെ കൂടെ നമുക്ക് എന്താ കിട്ടാറ്? ടൊമാറ്റോ സോസ്, റൈറ്റ്? അതുപോലെ ഓരോ ഫുഡിനും ഒരു അക്കമ്പനിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഏതാണ് ബെറ്റർ അക്കമ്പനിമെൻറ്റ്? ഓരോ ക്ലൈമറ്റിനും അനുസരിച്ച് എന്ത് ഫുഡാണ് സെർവ് ചെയ്യേണ്ടത്, ഒരു അപ്പറ്റൈസറായിട്ട് എന്ത് കൊടുക്കണം. നമുക്കറിയാം ചില ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വരും. ഫോർ എക്സാമ്പിൾ പിക്കിൾഡ് പൈനാപ്പിൾ പിക്കിൾ ചെയ്ത് കഴിക്കാറില്ലേ? അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശക്കുന്ന പോലെ തോന്നും, ശരിയല്ലേ? അതെന്തുകൊണ്ടാണ്? പൈനാപ്പിൾ ഈസ് എൻ അപ്പറ്റൈസർ. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ അപ്പറ്റൈറ്റ് വരും, നമുക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും, ശരിയല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ
ഒരു സ്റ്റാർട്ടറായിട്ട് എപ്പോഴും പിക്കിൾഡ് പൈനാപ്പിളൊക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു സൂപ്പാണ്. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ സൂപ്പ്. സൂപ്പ് കഴിച്ചിട്ടാണ് നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോകുന്നത്. വൈ? ബിക്കോസ് സൂപ്പ് കഴിക്കുമ്പം അതൊരു വാം സൂപ്പാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളെ ബോഡി ഒന്ന് റിലാക്സ്ഡ് ആവും, നമുക്ക് കഴിക്കാനുള്ള ഒരു താല്പര്യം വരും. അപ്പം ഇതേപോലെയുള്ള സീക്വൻസ് അറിയാവുന്നതും ഒരു ഫുഡിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് അറിയാവുന്നതും ഓരോ റീജിയണൽ ക്യുസൈൻസിനെ കുറിച്ച് പഠിച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നതും പ്ലേറ്റിങ്ങിനെ കുറിച്ച് അറിയാവുന്ന, നിങ്ങൾക്കറിയില്ലേ, നമ്മൾ ഈവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സമയത്ത് ഫുഡ് വളരെ മനോഹരമായിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റിംഗ് കാണുമ്പോൾ നമുക്കത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. വൈ? ബിക്കോസ് ദേ നോ ദാറ്റ് ഹൗ ടു ഡു എ പ്ലേറ്റിംഗ്. അപ്പോൾ ഇതേപോലെ സയൻറ്റിഫിക്കലി പഠിക്കുന്ന ഒരാളാണ് ആരായിട്ട് മാറുന്നത്? ഷെഫായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഫോറിൻ കൺട്രീസിൽ ഷെഫുമാർക്ക് ഇത്ര ഡിമാൻഡ് ഉള്ളതും ഇത്ര ഹൈ സാലറീഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നതും. ഒരു ബേസിക് സാലറി വരുന്നത് 1 lakh+ ആണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടാണ്? ദേ യൂഷ്വലി യൂസ് ടു റെക്കഗ്നൈസ് ദിസ് പൊസിഷൻ. ഒരു ഷെഫ് എന്ന് പറയുന്ന ഒരാളെ അവരെപ്പോഴും ഒരു ഡോക്ടറിനേക്കാളും പൊസിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. വൈ? ബിക്കോസ് ഈ പറയുന്ന ഫുഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് പോകുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്താണ്? ഹ്യൂമൻ ബോഡിയാണ്. റൈറ്റ് ഓർ നോട്ട്? ഹെൽത്ത് അല്ലേ? അപ്പം അത് ഹെൽത്തിനെ വെൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരും കൂടെയല്ലേ? നിങ്ങൾ കാണാറില്ലേ ഈ സെലിബ്രിറ്റീസിൻ്റെ കൂടെ സെലിബ്രിറ്റീസിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും, സെലിബ്രിറ്റീസിൻ്റെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ടൊരു ഷെഫ് ഉണ്ടാവും. റൈറ്റ്? അപ്പം ഈ പറയുന്ന ആസ്പെക്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ കോഴ്സിനെ കണക്ട് ചെയ്യാം. അല്ലാണ്ട് സാധാരണയായിട്ട് കേൾക്കുന്ന പോലെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കോഴ്സാണെന്ന് എടുക്കാതിരിക്കാം. സോ എബൌട്ട് NCHMCT, ഇന്ത്യയിൽ മൊത്തമായിട്ട് 23 സെൻട്രൽ IHMകളും 11 സ്റ്റേറ്റ് IHMകളാണുള്ളത്. അതിനകത്ത് വരുന്ന ഒരു സ്റ്റേറ്റ് IHM ആണ് കോഴിക്കോട് വരുന്ന SIHM. അണ്ടറിൽ തന്നെ 6 ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും വരുന്നുണ്ട്. IHM വരുന്നത് മിനിസ്ട്രി ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് കേട്ടോ. ടൂറിസം, മിനിസ്ട്രി ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ പറയുന്ന IHMകളൊക്കെ അഫിലിയേറ്റ് ആയിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് IHM വിച്ച് ഇസ് ഓൾസോ അഫിലിയേറ്റഡ് ബൈ NCHMCT. ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് അണ്ടർടേക്കൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് കേരള. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്. നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ വി ഡു ഹാവ് 3 year ഡിഗ്രി കോഴ്സ് പ്ലസ് വി ഡു ഹാവ് 1 year + 6 months ഡിപ്ലോമ കോഴ്സ്. അപ്പോൾ ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. JEE എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. JEE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാലാണ് നിങ്ങൾക്ക് ഇതിനകത്തേക്കുള്ള അഡ്മിഷൻ വരിക എന്ന് പറഞ്ഞു. ജാനുവരി മന്തിലാണ് JEEയുടെ നോട്ടിഫിക്കേഷൻ വരിക. അതിനകത്ത് വരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് സെക്ടർ. വെരി സിമ്പിൾ സിലബസ് ആണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്പർ, അതായത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സ്കൂൾ ഡീറ്റെയിൽസോ തന്നു കഴിഞ്ഞാൽ ഈവൻ വി ഡു കണ്ടക്ട് JEE കൗൺസിലിംഗ് സെൽ. നമ്മളിപ്പോൾ ജാനുവരി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സെൽ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് തരും? ഈ പറയുന്ന JEE എഴുതാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപ്പം താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ 2nd ഫ്ലോറിൽ നമുക്കൊരു എക്സിബിഷൻ സ്റ്റോൾ ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ തരാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി, കരിയർ ഗൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ കൻ ഓൾസോ ഹാവ് കണക്ഷൻ വിത്ത് അസ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ്സും കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് 2024 അഡ്മിഷൻ മുതൽ ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ഏജിലുള്ള കുട്ടികൾക്കും വന്നിട്ട് പഠിക്കാം. നേരത്തെ ആയിരുന്നെങ്കിൽ 25 ആയിരുന്നു മാക്സിമം ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. നൗ ഓൺവേർഡ്സ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ് സിൻസ് ഇറ്റ്സ് കംസ് അണ്ടർ JNU. ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയുടെ അടുത്ത് കോഴ്സ് ഫീസ് വരും 3 വർഷത്തേക്ക്. അതായത് ഒരു സെമസ്റ്ററിൽ
50,000 രൂപയുടെ അടുത്താണ് ഫീസ് വരിക. അപ്പം ഈ പറയുന്ന ഫീസ് നിങ്ങൾക്ക് വൺസ് നിങ്ങൾ കോളേജിൽ എൻറോൾ ആയി കഴിഞ്ഞാൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. ആ രീതിയിൽ നമുക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട്. SC ST OEC OBC H കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന്. ആ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ഗെറ്റ് ഗവൺമെൻറ് സ്കോളർഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ 3,50,000 രൂപയിൽ ആദ്യത്തെ 20,000 രൂപയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ബാക്കി എമൗണ്ട് ഗവൺമെൻറ് വിൽ ഡു ദ പേയ്മെൻറ്റ്സ്. ആ രീതിയിലത്തെ സ്കീം ഇതിനകത്തുണ്ട്. SC ST OEC ആൻഡ് OBC H കാറ്റഗറി ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികളുടെ ഫീസ് ഗവൺമെൻറ് വിൽ ടേക്ക് കെയർ. അതർ സ്റ്റുഡൻസ് ഹാവ് ടു ഡു ദ പേയ്മെൻറ്റ്സ്. സെമസ്റ്റർ വൈസ് ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളൊരു കോഴ്സിനെ കുറിച്ച് അറിയുമ്പം നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ ഫീസ് എത്ര വരും എന്ന് അറിയണം. കാരണം നമ്മളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെമസ്റ്ററിലും വരുന്ന ഫീസാണ് ഏകദേശം ഒരു 50,000 രൂപ. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരുന്നു. നമ്മൾക്കൊക്കെ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരികയെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ വരികയാണ്, അപ്പം ഞാനാണ് ഹോസ്റ്റ്. അപ്പം നിങ്ങൾ എത്ര പേര് വരുമെന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതല്ലേ ഗസ്റ്റിന് കൊടുക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കും. നമ്മളെ വീട്ടിലെ ഏറ്റവും നല്ല റൂമായിരിക്കും നമ്മൾ ഗസ്റ്റിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവുക. പ്രത്യേകിച്ച് നമ്മളെ പേരൻസൊക്കെ മാറ്റി വെച്ച കുറേ സാധനങ്ങളുണ്ടാവും. ഗ്ലാസ് വെയർസ്, പ്ലേറ്റ്, ബെറ്റർ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, അങ്ങനെയുള്ള ഈവൻ സോപ്പ് പോലും, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കൊടുക്കില്ല, പുതിയ സോപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഗസ്റ്റ് വരുമ്പം കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കൾച്ചർ ഓൾറെഡി എന്തുണ്ട്, വി ഡു ഹാവ് എ കൾച്ചർ ദാറ്റ് ഈസ് കോൾഡ് ലൈക്ക് അതിഥി ദേവോ ഭവ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഗസ്റ്റിനെ നമ്മൾ എപ്പോഴും ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വരുന്ന ഗസ്റ്റ് ആരായിരിക്കും? പ്രത്യേകിച്ചും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം വന്ന് താമസിക്കുക എന്ന് പറയുമ്പം ഹി മൈറ്റ് ബി സ്പെൻഡിങ് ഇൻ അറൗണ്ട് ഒരു 25,000-30,000 രൂപയൊക്കെ ആയിരിക്കും മിനിമം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത്. അവരുടെ അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ആയിട്ട് മിനിമം ഓഫ് 25,000 to 30,000 റുപ്പീസ്. ഓക്കെ, ഇനി അതെല്ലാം വെറുതെ റൂം തന്നെയാണെങ്കിൽ പോലും ഇറ്റ് വിൽ കോസ്റ്റ് മോർ ദാൻ 10,000 പ്ലസ് ടാക്സ്. അപ്പോൾ അത്രയും എമൗണ്ട് കൊടുത്ത് വരുന്ന ഒരു ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹി ഡു ഹാവ് മോർ എക്സ്പെക്ടേഷൻ ഇൻ ദ സെൻസ് നല്ല രീതിയിലത്തെ ഒരു അറൈവൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവണം. അറൈവൽ ഇൻ ദ സെൻസ് നല്ല രീതിയിലത്തെ ഒരു വെൽക്കം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നല്ല ബെഡ്റൂംസ് ആയിരിക്കണം, നല്ല ഫുഡ് ആയിരിക്കണം, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, നല്ല ഹൈജീനിക് ആയിരിക്കണം, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ ഡിമാൻഡ്സും ആർക്കുണ്ടാവും? ഗസ്റ്റിന് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഉത്തരവാദിത്തം? ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ക്യാൻ വർക്ക് ഇൻ ഫ്രണ്ട് ഓഫീസ്, വി ക്യാൻ വർക്ക് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, വി ക്യാൻ വർക്ക് ഇൻ ഹൗസ് കീപ്പിംഗ്. ഒരിക്കലും വിചാരിക്കരുത് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം ക്ലീനിങ് ആണ് അത്, അല്ലെങ്കിൽ പബ്ലിക് ഏരിയ ക്ലീനിങ് ആണെന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്ലീനിങ്. ഒരു ഹൗസ് കീപ്പിംഗ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫോട്ടോ, ഒരു പിക്ചർ അല്ലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും മനോഹരമായിട്ടായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. ഭയങ്കര ആസ്തറ്റിക് ആയിട്ടാണ് അതിന് ഉണ്ടാവുക. അതായത് ചിലപ്പോൾ അതൊരു 50 വർഷം 100 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയിരിക്കും, പക്ഷേ ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അല്ലെങ്കിൽ ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് 20 വർഷമായിട്ടും ഗസ്റ്റ് വരുന്ന റൂമായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു റൂം ബുക്ക് ചെയ്ത് നമ്മൾ ആ ഒരു റൂമിലേക്ക് കയറുമ്പം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ച പുതിയ ബെഡ്, പുതിയ റൂം പോലെ നമുക്ക് തോന്നും. വൈ? ബിക്കോസ് ഓഫ് ദ ക്ലീൻനെസ്. അപ്പം ഒരു ഗസ്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ റൂമും കയറി ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളെ ലാംഗ്വേജ് പറയും ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ഡോർ ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഡോറിൻ്റെ പുറകിലത്തെ ഭാഗം ഒരു ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വിത്ത് എ വൈറ്റ് ഡസ്റ്റർ അല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് അവരെല്ലാ ഏരിയയും ടച്ച് ചെയ്ത് നോക്കും. എല്ലാ ഏരിയയും പ്രോപ്പർലി ക്ലീൻഡ് ആണോ. പിന്നെ നമ്മൾ പറയും അമ്യൂണിറ്റീസ് എന്ന് പറയും. ഒരു ബേസിക് അമ്യൂണിറ്റീസ് ആയിട്ട് ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ റൂമിൽ കൊടുക്കുന്ന ചോക്ലേറ്റ്സ്, പേസ്ട്രി ഐറ്റംസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫ്രൂട്ട്സ്, പാക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്,
ന്യൂസ് പേപ്പർ, ഇതൊക്കെ എന്താണ്, ഓരോ തരം അമ്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറി റൂമിൽ ഓരോ തരം അമ്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഈവൻ ഇപ്പം ഞാനൊരു ഗസ്റ്റായിട്ടാണ് ഒരു ഹോട്ടലിൽ പോകുന്നത്. അപ്പം നോർമലി ഒരു ഹോട്ടലിൽ ഒരു വെൽക്കം കാർഡ് വെക്കും. വെൽക്കം മിസ്സസ് അതുല്യ, വി ആർ ഹാപ്പി ടു സെർവ് യു. അപ്പം ഈ പറഞ്ഞ സാധനം പോലും പ്രോപ്പർലി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് എ ഹെക്ടിക് ജോബ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു റൂമാണ് ഒരു ഹോട്ടലിൽ ഉണ്ടാവുക. ദർ ആർ മോർ ദാൻ 100, 200 or 500 റൂംസ് ഇൻ എ ഹോട്ടൽ. ഇത്രയും റൂംസ് ഒരു സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ ചിലപ്പോൾ ഒരു 10 റൂംസ് 15 റൂംസ് വരുന്നുണ്ടാവും. അത് കയറി ക്രോസ് ചെക്ക് ചെയ്യുക. അതിന് വേണ്ട ഈവൻ ആ റൂമിലെ ടെമ്പറേച്ചർ, ആ റൂമിനകത്തുള്ള റൂം സ്പ്രേ പോലും, അതിൻ്റെ സ്മെല്ല്, എവ്രിതിങ് ഹി ഹാസ് ടു ക്രോസ് ചെക്ക്. അപ്പം അദ്ദേഹത്തിന് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസ് പ്രോപ്പർലി വർക്കിംഗ് ആണോ, എംപ്ലോയീസിൻ്റെ ഗ്രൂമിങ്, ഓരോ ഗസ്റ്റിനും വേണ്ടിയിട്ടുള്ള ഓരോ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അത് പ്രോപ്പറായിട്ടാണോ പോകുന്നതെന്നുള്ളത് ആര് ചെക്ക് ചെയ്യണം? ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ തരത്തിലുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഉള്ള ജോബാണ് എന്ത്, ഹോസ്പിറ്റാലിറ്റി. പിന്നെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അവരെപ്പോഴും ഭയങ്കര ചാമിങ് ആയിരിക്കും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സ്കിൻ കളർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഗ്ലാമർ. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. ദേ യൂസ് ടു സ്മൈൽ. ഏത് ടൈമിലാണെങ്കിൽ അവരുടെ മുഖം എപ്പോഴും ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും, ഭയങ്കര വെൽ ഗ്രൂംഡ് ആയിരിക്കും, നല്ല നീറ്റ്ലി ഡൈഡ് ആയിരിക്കും അവരുടെ ഹെയർ. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? സിൻസ് വി ആർ ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രോപ്പർട്ടി. ഇപ്പോൾ മാരിയറ്റിൻ്റെ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വെച്ചാൽ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ മാരിയറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനീനെയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഗസ്റ്റിനോട് ബിഹേവ് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് അവരെന്തിനെ റേറ്റ് ചെയ്യാൻ പോകുന്നത്, മാരിയറ്റിനെ റേറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോട് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചല്ലേ നമ്മൾ പറയാം, പാനൂർ സ്കൂളൊക്കെ ഇങ്ങനെ, മറ്റേ സ്കൂളൊക്കെ അവർ നല്ല ടീച്ചേഴ്സ്, നല്ല കുട്ടികൾ, നല്ല സൗകര്യം എന്ന് പറയുന്നതല്ലേ. പക്ഷേ നിങ്ങളൊരു വെൽ ബിഹേവ്ഡ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ബാക്കി എന്ത് നല്ലതാണെങ്കിൽ നമ്മൾ പറയേ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്ന് പറയില്ലേ. സെയിം ലൈക്ക് നമ്മൾ എങ്ങനെയാണോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്, അതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് വരിക, പോസിറ്റീവായിട്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് എല്ലാവരും റിവ്യൂ എഴുതുന്നതും കമൻറ്റ് ഉള്ളതും ഒക്കെ കൊണ്ട് വി ഹാവ് ടു ബി കെയർഫുൾ വൈൽ വി ആർ ഡൂയിങ് എ സർവീസ്. അപ്പം ദിസ് ഇസ് ഓൾ അബൌട്ട് എ ഹോട്ടൽ. വി ഡു ഹാവ് അതർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ക്രൂസ് ലൈൻ. ഈ ക്രൂസ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഡംബര കപ്പലുകളിലെയാണ് നമ്മൾ ക്രൂസ് ലൈൻസ് പറയുക, പാസഞ്ചേഴ്സ് ഉള്ള കപ്പലുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പല ക്രൂസ് ലൈൻസും, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ക്രൂസ് ലൈൻസിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നോക്കുക. ക്രൂസ് ലൈനിൻ്റെ ഉള്ളിൽ 2-3 സ്വിമ്മിംഗ് പൂളും 500-600 റൂംസും വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും ഉള്ള ക്രൂസ് ലൈൻസ് ആണ്. അപ്പം അത്രയും ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഹൈ സാലറി ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ക്രൂസ് ലൈൻസിലുള്ളത്. അതായത് മിനിമം സാലറി സ്റ്റാർട്ട് ഫ്രം മിനിമം ഒരു വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഓൾസോ വിൽ ഡു ഗെറ്റ് മോർ ദാൻ 50,000. അതായത് 50,000 മുകളിലാണ് വി യൂഷ്വലി യൂസ് ടു ഗെറ്റ്, ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും. പ്ലസ് വി വിൽ ഗെറ്റ് ഓൾ ദ ഫെസിലിറ്റീസ്, ഫുഡ്, അക്കോമഡേഷൻ, ബാക്കിയുള്ള ഫെസിലിറ്റീസ്. പിന്നെ നമ്മൾ 6 months വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനദർ 3 months വിത്ത് സാലറി ലീവ്, അതേപോലത്തെ എല്ലാ ഫെസിലിറ്റിയും തരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്രൂസ് ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ ദിസ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ. എയർലൈൻ പുതുതായിട്ട് എടുത്ത് പറയണോ? എയർലൈൻ എന്ന് പറയുമ്പോൾ വി ക്യാൻ ബിക്കം എ ക്യാബിൻ ക്രൂ, വി ക്യാൻ വർക്ക് ഇൻ ഗ്രൗണ്ട് ലെവൽ, ഗസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ അസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. വി ക്യാൻ വർക്ക് ഇൻ ലോഞ്ചസ്, വി ക്യാൻ വർക്ക് ആസ് എ ടിക്കറ്റ് കൗണ്ടറിൽ വർക്ക് ചെയ്യാം, പബ്ലിക് ഏരിയയിൽ ഗസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, കസ്റ്റമർ റിലേഷനിൽ വർക്ക് ചെയ്യാം. വി ഡു ഹാവ് n നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഇതെങ്ങനെ എടുക്കണം? നമ്മളുടെ സ്കില്ലിനെ, നമ്മളുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഈ ഇൻഡസ്ട്രി പറയുന്ന രീതിയിലത്തെ ഐഡിയൽ ബോഡി വെയിറ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചുള്ള എല്ലാ രീതിയിലത്തെ ഇൻട്രാക്ഷൻസ് ഒരു ഗസ്റ്റുമായി നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. കാരണം നമ്മൾ ഇതിനേക്കുള്ള ഇൻ്റർവ്യൂസിലൊക്കെ അവരതൊക്കെ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പം കുറേ സിറ്റുവേഷൻസ് തരും. ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നതെന്നായിരിക്കും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം
നമുക്കറിയാം ഒരു എയർലൈൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല രാജ്യത്തു നിന്നുള്ള പല ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നുണ്ടാവുക. ആളുകളുടെ ബിഹേവിയറും അവരുടെ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കൂടെ നോക്കും നമ്മൾ ആ ജോബിന് വേണ്ടി ഇവർ സെലക്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ്, മെക്ഡൊണാൾഡ്സ്, ചിക്കിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി. റെയിൽവേ കാറ്ററിംഗ്, IRCTC, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അപ്പം IRCTCയിലേക്ക് ബൾക്കായിട്ടാണ് ഓരോ വർഷവും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറ്. ക്യാൻറ്റീൻ സൂപ്പർവൈസേഴ്സായിട്ടും IRCTC സൂപ്പർവൈസേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് പറയാറുണ്ട്. ഹോസ്പിറ്റൽ കാറ്ററിംഗ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ കാറ്ററിംഗ്. നിങ്ങൾ മൈട്ര ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൈട്ര ഹോസ്പിറ്റൽ കാലിക്കറ്റിലുള്ളൊരു മൈട്ര ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പം അതിനകത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് എൻ്റെ ഫ്രണ്ടാണ്. എക്സിക്യൂട്ടീവ് ഷെഫിന് അവർ കൊടുക്കുന്ന സാലറി 2 lakhs+ ആണ്. അപ്പം എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഷെഫ് 2 lakhs+ വാങ്ങിക്കുന്നു പറഞ്ഞാൽ ന്യൂട്രീഷനിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഫുഡാണ് എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള ഷെഫ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻസിനും അവർ കൺസ്യൂം ചെയ്യേണ്ട ഓരോ പ്രോട്ടീൻ എത്ര, കാർബോഹൈഡ്രേറ്റ് എത്ര, സോഡിയം കണ്ടൻറ്റ് ഉണ്ടാവാൻ പറ്റുമോ, ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടാവാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പ്രിസ്ക്രൈബ് ചെയ്യും? ന്യൂട്രീഷനിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അതിനനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പേഷ്യൻസിനും വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് വുമൺ അവർക്ക് എത്ര കാലറി ഇൻടേക്ക് വേണം, അവരുടെ ഫുഡിനകത്ത് എത്ര ആൻറ്റി ഓക്സിഡൻസ് വേണം, എത്ര മൈക്രോ ന്യൂട്രിയൻസ് വേണം, മാക്രോ ന്യൂട്രിയൻസ് വേണം എന്നൊക്കെ നോക്കിയിട്ടാണ് ഷെഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പം അതാണ് ഹോസ്പിറ്റൽ കാറ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും. അപ്പം ആ പറയുന്ന മേഖലയിലും സർവീസ് സെക്ടറിലും ഷെഫായിട്ടും കൾണറിയിലൊക്കെ ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റും? വി ക്യാൻ വർക്ക്. ഇൻഡസ്ട്രിയൽ കാറ്ററിംഗ് എന്ന് പറയുമ്പം ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലും ഇപ്പോൾ എന്തുണ്ട്, ക്യാൻറ്റീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ഹൈജീനിക് ആൻഡ് ഹെൽത്തി. അപ്പം അവിടെയും നമുക്ക് എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ വി ഡു ഹാവ് ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ടു. നമുക്ക് കേരള PSC എഴുതാം, സെൻട്രൽ UPSC എഴുതാം, നെറ്റ് ഇത് കഴിഞ്ഞ് അതിൻ്റെ ഒരു PG കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് ഒരു കരിയറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം, അല്ലെങ്കിൽ MBA ഇൻ ടൂറിസം, MBA ഇൻ സെയിൽസ്. ഇപ്പോൾ ഏത് ചെയ്താലും നിങ്ങൾക്ക് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ടീച്ചിങ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് എടുക്കണമെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. പിന്നെ IHM തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, നാഷണൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, NHTET എന്ന് പറയും, നാഷണൽ ഹോസ്പിറ്റാലിറ്റി ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ IHMകളിലെ ടീച്ചറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാം. അതായത് നിങ്ങൾക്ക് ഇൻഡസ്ട്രി അല്ല വർക്ക് ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഫാക്കൽറ്റി ആയിട്ട് മാറുകയാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ഡു ഹാവ് ഓപ്പർച്യൂണിറ്റി ഇൻ റീറ്റെയിൽ. ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാക്കിയുള്ള കോഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഏത് ഹയർ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. യു ക്യാൻ ഡു MBA, മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം, eligible to appear Kerala PSC, UPSC, all the sectors. ഇനി ഇത് പഠിക്കാൻ വേണ്ട കുട്ടികൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് റിക്വേർഡ്. അപ്പം എല്ലാവർക്കും ഈ കോഴ്സ് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഗസ്റ്റുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് എ ലോട്ട്. സോ നമ്മൾക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണോ ഉള്ളത്, നമ്മൾ പങ്ക്ച്വൽ ആണോ, നമ്മളുടെ ഗ്രൂമിങ് എങ്ങനെയാണ്, നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ, ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. അപ്പം ഈ ഒരു കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് എന്താ പറയുക, മനോഭാവം. അപ്പം ദാറ്റ് ഇസ് എ മേജർ തിങ്. അപ്പോൾ നിങ്ങൾ അക്കാഡമിക്കലി ഗുഡ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് മാറ്റേണ്ടി വരും, നമ്മളുടെ ആറ്റിറ്റ്യൂഡിലും ഡിഫറൻസ് കൊണ്ടുവരേണ്ടി വരും. സിൻസ് നമ്മൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഗസ്റ്റിന് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ഓൾവേസ് സേ ദാറ്റ് വി ആർ ദർ ടു മേക്ക് ദ ഗസ്റ്റ് മോർ കംഫർട്ടബിൾ.
ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ ഗസ്റ്റിന് മുമ്പിൽ ബെൻഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മളുടെ ഒരു പോസിറ്റീവ് അപ്രോച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും എന്തിനു വേണം, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഈ പറയുന്ന പോലെ SIHM വരുന്ന എല്ലാ കുട്ടികളും ഭയങ്കര ഫ്ലുവൻറ്റ് ഇംഗ്ലീഷുള്ള കുട്ടികളൊന്നല്ല വരുന്നത്. പക്ഷേ ആസ് പാർട്ട് ഓഫ് ദിസ് കോഴ്സ് വി ഡു ഹാവ് ലാംഗ്വേജ് ലാബ് ഫെസിലിറ്റി, വി ഡു ഹാവ് ലാംഗ്വേജ് അതിന് വേണ്ടിയിട്ട് തന്നെ വേരിയസ് സിലബസിലുള്ളതും സിലബസിലില്ലാത്തതുമായിട്ടുള്ള സെഷൻസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. വി ഡു ഹാവ് ഗസ്റ്റ് ഇൻട്രാക്ഷൻസ്. നിങ്ങളൊരു 5th സെമസ്റ്റർ ഓൺവേർഡ്സ് എല്ലാ വീക്ക്ലി വൺസ് നമ്മളെ കോളേജിൽ നമ്മളിപ്പോൾ നടത്തുന്നത് എല്ലാ വെനസ്ഡേയും ആഫ്റ്റർനൂൺ 2 hours വി ആക്ച്വലി ലുക്കിംഗ് ഫോർ ദ ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പം മിക്ക സമയത്തും ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സ് ആണ് വരിക. അവർ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പം കൂടുതലായിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസും ബാക്കി കാര്യങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻസ് എവറി വീക്ക് 1 day, that is for 2 hours we kept it for that. So you will get more opportunity to talk with a career expert. That is also a part of the syllabus. ഇനി വാട്ട് ആർ ദ ബേസിക് ഫെസിലിറ്റീസ് ഓഫ് SIHM കോഴിക്കോട്? ഇപ്പം ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SIHM കോഴിക്കോടിനെ ആയതുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. വി ഡു ഹാവ് ബേസിക് ട്രെയിനിങ് കിച്ചൺ. നേരത്തെ പറഞ്ഞ പോലെ 4 കോർ ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കള്ളിനറി. അപ്പോൾ നമുക്ക് ബേസിക് ട്രെയിനിങ് കിച്ചൺ എന്ന് പറഞ്ഞൊരു കിച്ചൺ, അഡ്വാൻസ് ട്രെയിനിങ് കിച്ചൺ, ക്വാണ്ടിറ്റി ട്രെയിനിങ് കിച്ചൺ, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, ലാഡ കിച്ചൺ ആൻഡ് ഡെമോൺസ്ട്രേഷൻ കിച്ചൺ. ഇത്രയും 6 കിച്ചൺ പ്രാക്ടിക്കൽ നടത്താൻ വേണ്ടിയിട്ടുള്ള 6 പ്രാക്ടിക്കൽ സ്ലാബ്സ് കോഴിക്കോട് IHM അവൈലബിൾ ആണ്. നമ്മൾ ഓരോ സെമസ്റ്ററിലുള്ള പ്രാക്ടിക്കൽസ് നടത്തുന്നു അവിടെ വെച്ചിട്ടാണ്. വി ഡു ഹാവ് ബേസിക് ട്രെയിനിങ് റെസ്റ്റോറൻറ്റ് ആൻഡ് അഡ്വാൻസ് ട്രെയിനിങ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ F&B സർവീസ് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, സർവീസ് ഇൻഡസ്ട്രിയിലേക്കാണ് പോകാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതിന് ഏറ്റവും ബെറ്ററായിട്ട് ഗസ്റ്റിന് സെർവ് ചെയ്യുന്നതും പഠിപ്പിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ട്രെയിനിങ് റെസ്റ്റോറൻറ്റ്സും ബേസിക് ട്രെയിനിങ് റെസ്റ്റോറൻറ്റ്സും അവൈലബിൾ ആണ്. വി ഡു ഹാവ് എ ഫ്രണ്ട് ഓഫീസ്. ഒരു ഹോട്ടലിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ലോബി വിത്ത് എ ഫ്രണ്ട് ഡെസ്ക്, സോഫ്റ്റ്വെയർ, എവറിത്തിങ് ഈസ് അവൈലബിൾ. അക്കോമഡേഷൻ, ഓപ്പറേഷൻ, ഹൗസ് കീപ്പിങ്ങിൽ മെയിനായിട്ടും ക്ലീനിങ് പ്ലസ് ബെഡ് മേക്കിംഗ്, അതേപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽസ് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ലാബുകൾ അവൈലബിൾ ആണ്. വി ഡു ഹാവ് ലോണ്ട്രി. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന മെഷീൻസും അതിൻ്റെ എക്യുപ്മെൻസുമാണ് ലോണ്ട്രിയിൽ വരിക. വി ഡു ഹാവ് ഓൾ ദ ക്ലാസ് റൂം is fully furnished and we do have all the smart board and all those facilities for conducting the sessions. കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ് ലാബ് ഉണ്ട്. ലാംഗ്വേജ് ലാബിൽ നിങ്ങൾക്ക് പുതിയ ലാംഗ്വേജുകൾ, സിൻസ് നമ്മൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് കേരളത്തിനകത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, നമ്മൾ ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം നമ്മളുടെ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സ്റ്റുഡൻസ് ഡൈനിങ് ഹാൾ ഉണ്ട്, റിസോഴ്സ് സെൻറ്റർ, ലൈബ്രറി ഉണ്ട്. ഈ ടോപ്പിക്കുമായിട്ട്, അതായത് ഹോസ്പിറ്റാലിറ്റി വെരി റെയർ ടോപ്പിക്കാണ്, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഏകദേശ ബുക്സും നമ്മളെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് എൻ എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നമ്മുടെ കോളേജ് വരുന്നത് കോഴിക്കോട് വരക്കൽ ബീച്ചിൻ്റെ അടുത്താണ്. വരക്കൽ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോളേജ് വരുന്നത്. ബോയ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയും കോളേജിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഗേൾസിൻ്റെ ഹോസ്റ്റൽ പുറത്താണ്. ദിസ് അവർ ബോയ്സ് ഹോസ്റ്റൽ ആൻഡ് വി ഡു കണ്ടക്ട് ഓൾ ദ ആക്ടിവിറ്റീസ് ലൈക്ക് വി ഡു സെലിബ്രേറ്റ് ഓൾ ദ ഫെസ്റ്റിവൽസ്. പിന്നെ നമ്മൾക്ക് മാത്രമായിട്ടുള്ള കുറേ ഫുഡ് ഫെസ്റ്റിവൽസ് ഉണ്ടാവും. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ കോളേജിൽ കണ്ടക്ട് ചെയ്യും. Every week we do conduct one assembly. നമ്മൾ ഒരു ബാച്ചിൽ ഉണ്ടാകുന്ന സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത്ത്, ഈ കറണ്ട് ബാച്ചിൽ നമുക്ക് 95 സ്റ്റുഡൻസ് ആണ് ഈ ഫസ്റ്റ് ഇയറിനകത്തുള്ളത്. അടുത്ത വർഷം നമ്മളുടെ ഇൻടേക്ക് 120 ആണ്. അപ്പം നമ്മൾക്ക് വേറെ ഒരു അഡ്വർടൈസ്മെൻറ്റോ ബാക്കി കാര്യങ്ങളോ ഇല്ല. ഈ പറയുന്ന JEE എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വരുന്ന കുട്ടികളാണ്
ഈ 95 കുട്ടികളാണെങ്കിലും 100 കുട്ടികളാണെങ്കിലും നമുക്ക് അഡ്മിഷൻ ആവുന്നത്. ഇതേപോലെയുള്ള ദിശ പോലെയുള്ള പ്രോഗ്രാമുകളിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് കുട്ടികളിലേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നത്. ബേസിക്കലി ഞങ്ങൾക്ക് വരുന്ന അഡ്മിഷൻസ് എല്ലാം ഇപ്പം ഒരു ഫാമിലി ഒരാൾ ഇത് പഠിച്ചിട്ട് ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ത്രൂ ആണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഞങ്ങൾക്ക് വരുന്ന അഡ്മിഷൻസ്. റെഫറൻസിലാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിൻസ് വി ആർ നോട്ട് ഡൂയിങ് എനി കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് SIHM ആൻഡ് ദിസ് കോഴ്സ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്തിലേക്ക് ഏറ്റവും വെച്ച് ബെറ്റർ ആയിട്ടുള്ള കോഴ്സാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ദിസ് എ കോഴ്സ് വേർ യു ക്യാൻ വർക്ക് ആഫ്റ്റർ യുവർ 3 years ഓഫ് ഡിഗ്രി. ഏറ്റവും നല്ല രീതിയിൽ നല്ല സാലറി വാങ്ങിയിട്ട് നല്ല സാഹചര്യത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിൻസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലായിരിക്കാം, അല്ലെങ്കിൽ 5 സ്റ്റാർ നിലവാരമുള്ള ക്യാബിൻ ക്രൂ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രൂസ് ഷിപ്പിലായിരിക്കാം. അപ്പോൾ അവിടെയുള്ള അതേ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് 24/7 നമ്മളൊരു ക്യാമറയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വളരെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആൻഡ് നമ്മളുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടെ ബെറ്റർ ആവും. സിൻസ് നമ്മളെപ്പോഴും കാണുന്നത് വളരെ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ലൈഫ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളുടെ ഗസ്റ്റായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ടൈം നമ്മളെ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടാവുക. സോ നമ്മളും എന്താവും ആ രീതിയിലേക്കുള്ള മൈൻഡ് സെറ്റ് വരും. പിന്നെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് അഡ്വാൻറ്റേജ് ഇതിൻ്റെ സാലറി പാക്കേജ് ആണ്. സെക്കൻഡ് തിങ്, അവർ നമ്മൾക്ക് തരുന്ന ഫെസിലിറ്റീസ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി വിൽ പ്രൊവൈഡ് ദ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ, ഈവൻ ലോണ്ട്രി ഫെസിലിറ്റി. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്ക് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് എല്ലാം അവരാണ് നമുക്ക് വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് തരുന്നുണ്ടാവുക. ദേ വിൽ ടേക്ക് കെയർ ഓഫ് അവർ ട്രാൻസ്പോർട്ടേഷൻ. കമ്പനിയിലേക്ക് പോകുന്നതാണെങ്കിലും തിരിച്ചു വരുന്നതാണെങ്കിൽ ദേ ഡു ടേക്ക് കെയർ. ദേ വിൽ ഗിവ് ഫുഡ്. നമ്മളെ വർക്ക് ടൈമിലുള്ള എല്ലാ ഫുഡും അവർ മാനേജ് ചെയ്യും. ദേ വിൽ പ്രൊവൈഡ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മേജർ പാർട്ടും വി ക്യാൻ ആക്ച്വലി ഡു സേവിങ്സ് ആൻഡ് വി വിൽ ഗെറ്റ് എ കളർഫുൾ ലൈഫ്. സിൻസ് ഇതൊരിക്കലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിനകത്ത് മാത്രം വർക്ക് ചെയ്യുന്നു പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ മിക്ക കുട്ടികളും അറൗണ്ട് ഒരു 90% മോർ ദാൻ ദാറ്റ് ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ 6 മാസം എക്സ്പീരിയൻസ് ആകുമ്പോൾ തന്നെ പുറത്തേക്ക് പോകും. അപ്പം യു ക്യാൻ സെറ്റിൽ യുവർ ലൈഫ് ഇൻ വെരി ഈസി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ കോഴ്സ്. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓഫീസ് കോൺടാക്ട് നമ്പേഴ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ ഈ കോഴ്സ് അഡ്മിഷൻ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, വളരെ വിശദമായിട്ട് മാം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇപ്പം ചോദിക്കാം. പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ ഉള്ളത്. ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ് മേഖലയിലുള്ള പ്രാധാന്യമാണ് മാം പറഞ്ഞു വെച്ചത്. ഈ ഒരു 3 ലക്ഷം ഫീസ് ഉണ്ടെങ്കിലും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ കഴിയുന്ന ഏക അവസരമാണെന്ന് മാം പറഞ്ഞു വെച്ചു. അതുപോലെ ഇതിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക സാധ്യത വ്യത്യാസം ഉണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസം ഈ കോഴ്സിലില്ല. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ, പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണ്. വി ഡു ഹാവ് എ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഒബ്രോയ് ഗ്രൂപ്പ്സിലായിരുന്നു ആദ്യം വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ മാരിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിലേക്ക് മാറിയത്. ഒബ്രോയ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്, മാരിറ്റ് ഈസ് എൻ അമേരിക്കൻ കമ്പനി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഈവൻ ഷെഫായിട്ടാണെങ്കിലും പേസ്ട്രി ഷെഫായിട്ടാണെങ്കിലും ഹോട്ട് കിച്ചണിലാണെങ്കിലും റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും ഈവൻ ബാറിലാണെങ്കിൽ പോലും ഗേൾസിന് വളരെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എയർലൈൻസിലാണെങ്കിലും ക്രൂസ് ഷിപ്പിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഗേൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി സേഫ് എൻവയോൺമെൻറ്റ് ടു. അതുപോലെ മാം നേരത്തെ മാം പറഞ്ഞു ഏതാണ്ട് സയൻസ് +2 കഴിഞ്ഞ കുട്ടികൾക്കാണ് BSc കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് സയൻസിന് മാത്രമാണോ അല്ലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? +2 ഏത് സ്ട്രീമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഈ കോഴ്സ് ചൂസ് ചെയ്യാം. മിനിമം 50% മാർക്ക് റിക്വയർമെൻറ്റേ പറയുന്നുള്ളൂ. പിന്നെ കോഴ്സിന് വരുമ്പോൾ JEE എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവണം. പ്ലസ് വി ഡു ഹാവ് ഓപ്പൺ കാറ്റഗറി സീറ്റ്സ് ടു. നമ്മൾക്ക് ഈ പറയുന്ന JEE എഴുതാത്ത കുട്ടികൾക്കും നമുക്ക് എന്തുണ്ട്, സീറ്റ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല അധികം. കാരണം നമുക്ക് എല്ലാ വർഷവും ഓപ്പൺ കാറ്റഗറിയിൽ എത്ര സീറ്റ്സ് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഇറ്റ്സ് എ പ്രോസസ്. JEE എഴുതിയിട്ട് വരുന്നതാണ് അതിൻ്റെ ആക്ച്വൽ പ്രോസസ്സ് എന്ന് പറയുന്നത്.
എവറി ഇയർ വി ഡു ഹാവ് 90 സീറ്റ്സ്. ഈ ഇയറിൽ നമ്മൾ 120 സീറ്റ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ. അതേപോലെ കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ജോലി എടുക്കാനുള്ള സാധ്യതയിൽ വരുന്നുണ്ടോ? നിങ്ങൾക്ക് പഠിക്കുമ്പം അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെല്ല് തന്നെയുണ്ട്. കാരണം 6 സെമസ്റ്ററിലായിട്ട് പഠിക്കുന്ന ഈ കോഴ്സിൽ അറൗണ്ട് ഒരു സെമസ്റ്റർ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു 5ാമത്തെ സെമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂ തുടങ്ങുന്നതുകൊണ്ട് ഒരു ആക്റ്റീവായിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുമ്പം തന്നെ ഒരു വർക്ക് ചെയ്യണം താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമ്മളെ പ്ലേസ്മെൻറ്റ് സെല്ലിൽ അത് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും. കോഴിക്കോട് തന്നെ, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് നിയർ ബൈ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഞങ്ങൾ പ്രിഫർ ചെയ്യാം. ഓക്കെ. ഏതായാലും മാം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഓക്കെ, സംശയം. UPSC എക്സാമാണ് മാം. UPSC അതായത് UPSC എക്സാം പറയുന്നത് BSc ഡിഗ്രി ആണെന്ന് വെച്ചാൽ അതിന് നമ്മളുടെ കോഴ്സും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അംഗീകരിക്കപ്പെട്ടതാണ്. കേരള PSCയിലാണെങ്കിൽ നമുക്ക് വരുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ IT ഇൻസ്ട്രക്ടറായിട്ട് വിളിക്കാറുണ്ട്. ITയിൽ പല ട്രേഡുകളും നമ്മൾ ട്രേഡ് പഠിപ്പിക്കുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ ട്രേഡ് ഉണ്ട്, F&B സർവീസിൻ്റെ ട്രേഡ് ഉണ്ട്, ഫ്രണ്ട് ഓഫീസിൻ്റെ ട്രേഡ് ഉണ്ട്, ഹൗസ് കീപ്പിങ്ങിൻ്റെ ട്രേഡ് ഉണ്ട്. അപ്പം ഈ പറയുന്ന 4 ട്രേഡിലേക്കും സ്പെഷ്യലി ഹോട്ടൽ മാനേജ്മെൻറ്റ് BSc ഉള്ള ആൾക്കാരെയാണ് അവർ PSC എക്സാമിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, PSC എഴുതാം, റാങ്ക് ലിസ്റ്റിൽ വരാം, നമുക്ക് IT ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ വേറെ വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ അണ്ടറിൽ ഗസ്റ്റ് ഹൗസിൽ വരുന്ന ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ്, ഗസ്റ്റ് ഹൗസ് മാനേജർ, ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ, നല്ല നല്ല പൊസിഷനിലേക്ക് PSC വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കരിയറിൽ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല 5 PSCയുടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് 3 NJD കൊടുത്തിട്ടുണ്ട്, നോൺ ജോയിനിങ് കൊടുത്തിട്ടുണ്ട്, സിൻസ് ഐ എം ഓൾറെഡി ഗോട്ട് എ പെർമനൻറ്റ് ജോബ്. അപ്പം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കേരള PSCയിലുണ്ട്. പിന്നെ വെരി റെയർലി ആണ് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ ഗവൺമെൻറ് ജോബിന് പോകുന്നത്. അപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ പഠിച്ചിറങ്ങിയിട്ട് ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ഇഫ് ഐ എം കറക്റ്റ്. ബാക്കി എല്ലാ ആൾക്കാരും ഇൻഡസ്ട്രിയിലാണ്. അതും ആരും തന്നെ ഇന്ത്യയിലില്ല, എല്ലാവരും പുറത്ത് സെറ്റിൽഡ് ആണ്. ദേ ആർ ഗെറ്റിംഗ് അറൗണ്ട് 2 to 3 lakhs ഓഫ് സാലറി പെർ മന്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആരും ഗവൺമെൻറ് ജോബ് നോക്കി വരുന്നില്ല. എനിക്ക് പണ്ട് ടീച്ചിങ് എനിക്കൊരു ഭയങ്കര പാഷൻ ആയതുകൊണ്ട്, പിന്നെ ഞാൻ നെറ്റ് മാസ്റ്റേഴ്സാണ് ചെയ്തത്, മാസ്റ്റേഴ്സ് ഇൻ ടൂറിസമാണ്. നെറ്റ് ക്ലിയർ ചെയ്തുകൊണ്ടും ഈ IHM പറയുന്ന NHET പറയുന്ന എക്സാം ക്ലിയർ ചെയ്തുകൊണ്ടുമാണ് ഞാൻ ടീച്ചിങ് ഒരു പ്രൊഫഷനാക്കി എടുത്തത്. ആൻഡ് കറൻ്റ്ലി ഐ എം ഡൂയിങ് മൈ PhD ടു ഇൻ ടൂറിസം. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതൊരു കണക്ട് ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അവസരമാണ്. പലപ്പോഴും സംശയങ്ങളുണ്ടാവും. ഏറ്റവും അവസരമുള്ള ഒരു മേഖലയിലാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ ചോദിക്കാം, ആഡ് ഓൺ ചെയ്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ എന്തെങ്കിലും സ്കില്ല്, ഈ കുട്ടികളിപ്പം 4 വർഷം പഠിക്കുന്നുണ്ടല്ലോ, അതോടുകൂടി അവർക്ക് എന്തെങ്കിലും സ്കില്ലിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജോബ് കിട്ടാൻ സാധ്യത കൂടുതലുണ്ടോ? എന്തിനാണ് സ്കില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 60% ഇതിനകത്ത് പ്രാക്ടിക്കൽസ് ആണ് വരുന്നത്. അപ്പം 4 കോർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ ആഫ്റ്റർനൂൺ ആണ് നമ്മൾ തിയറി സെഷൻസ് വരിക. മോർണിംഗ് എവറി ഡേ 9 to 1 നിങ്ങൾക്കൊരു വീക്ക്ലി 3 ദിവസം എന്തായാലും പ്രാക്ടിക്കൽസ് ആണ് വരിക. അപ്പോൾ അതിലൂടെ തന്നെ ഇവരുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് അവിടെ നടക്കും. പ്ലസ് നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജ് ലാബ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ടീച്ചേഴ്സിനെ, ഇപ്പം നമ്മൾക്ക് അവിടെ ഉള്ളത് 3 ടീച്ചേഴ്സ് ലാംഗ്വേജിനായിട്ടുണ്ട്. 3 പേരും ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആണ്. അവർ വീക്ക്ലി അവരുടെ ഒരു 5 to 6 hours ഓഫ് സർവീസ് നമ്മൾക്കുണ്ട്. അപ്പം അവർ വരുന്നത് എന്താ വെച്ചാൽ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കാനും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാനുമാണ്. അപ്പം അതേ രീതിയിലത്തെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് നമ്മൾ നടത്തും. പിന്നെ ഇവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന കുറേ ഇവൻറ്റ്സ് ഉണ്ട്. ഫുഡ് ഫെസ്റ്റിവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ടൂറിസം ഡേ സെലിബ്രേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കുക്കറി കോമ്പറ്റീഷൻസ് ആയിരിക്കാം. ഇതേപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തും. അതും ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവരുടെ സ്കില്ലിനെ ഷോക്കേസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് ഇംഗ്ലീഷ്. പിന്നെ ഫാക്കൽറ്റീസ് യൂസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് വി ഡു ഹാവ് ഫാക്കൽറ്റീസ് ഫ്രം all the parts of India. Majority of the faculties only know English or either Hindi. അപ്പം ഡെഫിനറ്റ്ലി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. അതും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം കൊടുക്കുന്നത് എപ്പോഴും
കേരളത്തിൻ്റെ പുറത്താണ്. അപ്പം ഒരു സാധാരണ ഈവൻ ഞാൻ കോഴിക്കോട് നിന്നുള്ള ഒരാളാണ്. ഞാൻ സാധാരണ എന്ന് പറയുന്നില്ല, ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ സ്കൂളിംഗ് എല്ലാം ചെയ്തത്. ടിൽ 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ കമ്മ്യൂണിക്കേഷനും വലിയ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ആണെന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഒരു +2 കഴിഞ്ഞ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവരെ അത്രയും ഭയങ്കര ഫ്ലുവൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ലാംഗ്വേജ് പഠിച്ചതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചതും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും പലപ്പോഴും കുട്ടികൾ പറയാറുള്ളതാണ്, അത് നമുക്ക് അവസാനത്തിലേക്ക് പോകാം. നമുക്ക് സാധാരണ കുട്ടികൾ പറയുന്നതാണ്, സാർ പുറത്ത് പോകണം, അല്ലെ ഗൾഫിലൊക്കെ ജോലിക്കുണ്ട്, വിദേശത്തൊക്കെ പോകണമെന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികൾ പറയുന്നതാണ് ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പാക്കേജായിട്ട് നമുക്ക് നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത്, അല്ലേ? നമുക്ക് നോക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനും നല്ലൊരു ജോലിയിലേക്ക് എത്താനും നല്ല സെക്യൂർ പ്ലേസിലാവാനും വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓഫർ ചെയ്യുന്നു. ഇത്രയും സമയം വളരെ വിശദമായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ഈ കോഴ്സിനെ കുറിച്ച്, സാധ്യതകളെക്കുറിച്ച്, നമുക്ക് വേണ്ട കഴിവിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അതുല്യ മാഡം ഇവിടെ നമ്മോട് പറഞ്ഞു വന്നു. ഏതായാലും ഈ ഒരു കരിയർ എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതിനും ഇത്രയും കാര്യം വിശദമായിട്ട് നമ്മോട് സംസാരിച്ചതിനൊക്കെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള അതുല്യ മാമിന് നാളെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും കൂടെ നിന്ന മാമിന് വേണ്ടി നല്ലൊരു ക്ലാപ്പോട് കൂടി നമുക്ക് നന്ദി അറിയിക്കാം. താങ്ക് യു. ഓക്കെ, ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെ പങ്കെടുത്ത എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു. ഇത്രയും സമയം ഇരുന്നതിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതിലും നമ്മളുടെ ബ്രോഷറും കാര്യങ്ങളും ഞങ്ങളുടെ സ്റ്റോളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് വേറൊരു അഡ്വർടൈസ്മെൻറ്റോ പൊതുവെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയോ ഞങ്ങൾക്കില്ല. ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.